കുംഭം രാശിക്കാർക്ക് ശനി ഭഗവാന്റെ വക്രഗതി മാറ്റം എങ്ങനെയുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും ഒരല്പം നല്ലതും മോശവുമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും ശനി നൽകുക. വക്രഗതിയിലുള്ള മാറ്റമാവുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. അതായത് ചിന്തിച്ച് മാത്രം ചില കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും രാഹു സ്ഥിതി ചെയ്യുന്നത് കുംഭം രാശിക്കുള്ളിലാണ് എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പോൾ ശുഭകരമായ വ്യാഴത്തിന്റെ ദൃഷ്ടിയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ രീതിക്കുള്ള ഒരു പ്രഭാവത്തെ എങ്ങനെയാണ് വക്രഗതിയുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് നോക്കാം. അങ്ങനെ കണക്റ്റഡ് ആയാൽ കുംഭം രാശിക്കാർക്ക് എന്തൊക്കെ ഫലം പ്രദാനം ചെയ്യും? വക്രശനി നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ കുടുംബത്തിനുള്ളിൽ മൗനം പാലിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ്. അതായത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ രാശിക്കുള്ളിലുള്ളവർക്ക് തന്നെ വാക്ക് തർക്കങ്ങളൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കോടതി വഴക്കുകളൊക്കെ ആകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവർ ഇടപെട്ട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ തന്നെ തൊഴിൽ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇന്ന തൊഴിലിലേക്ക് മാറിയാൽ എന്താ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ എന്ത് എന്നൊക്കെയുള്ള തോന്നലുകൾ നിങ്ങളിലേക്ക് വരും. അത് ആപത്തായിരിക്കുമെന്ന് ശനി പറയുന്നു. അതായത് നിങ്ങളുടെ രാശിനാഥനായ ശനി തന്നെയാണ് മീനൻ രാശിക്കുള്ളിൽ നിന്ന് രണ്ടാം ഭാവത്തിൽ നിന്നിട്ട് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത്തരം ചിന്തകൾ വേണ്ട എന്ന് ശനി ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എടുത്തുചാട്ടം ആപത്തുണ്ടാക്കുമെന്ന തിരിച്ചറിവാണ് ഇവിടെ തരുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കൊടുത്ത വാക്കുകളൊക്കെ പരിപാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ധൈര്യമായിട്ടിരിക്കുക, അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ കൊണ്ടത് പ്രാപ്തമാക്കാനായിട്ട് കഴിയില്ല. കൊടുത്ത വാക്കുകൾ പാലിക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം തന്നെയായിരിക്കും. അതുപോലെ അഭിപ്രായ പ്രകടനങ്ങൾ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലോ പോയി പറയാനായിട്ട് ശ്രമിക്കരുത്. കുടുംബങ്ങൾക്കുള്ളിലും അതുപോലെ തൊഴിലിടങ്ങളിലും ഒന്നും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടുള്ളതല്ല എന്നും കൂടി ഇവിടെ പറയുന്നു. അതായത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ തന്നെ വിലയ്ക്ക് വാങ്ങും എന്ന് ശനി ഓർമ്മപ്പെടുത്തുന്നു. അതിന് കാരണമെന്ന് വെച്ചാല് ശനി തന്നെയാണ്. അതായത് ഇവിടെ നിങ്ങളുടെ വാക്കുകൾ ആരും തന്നെ കേൾക്കില്ല. പ്രശ്നത്തിന് കാരണവും നിങ്ങൾ തന്നെയാണെന്ന് ഇവിടെ പറയപ്പെടുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അനാവശ്യമായ രീതിയിൽ വാക്കുവാദങ്ങൾക്ക് പോകാതിരിക്കുന്നത് നന്നായിരിക്കും. ആർക്കെങ്കിലുമൊക്കെ കാശൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് തിരിച്ച് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരും. അത് ചോദിക്കുന്ന നിമിഷം നിങ്ങളിലേക്ക് വഴക്കുകളും പ്രശ്നങ്ങളും വന്നെത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ അവസ്ഥയോ മറ്റുള്ള ഒരാൾ മനസ്സിലാക്കില്ല. ബോധപൂർവം പ്രശ്നമുണ്ടാക്കുന്നു എന്ന് ക്രിയേറ്റ് ചെയ്ത് അവിടെ വഴക്കുണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. തിരിച്ചറിവ് വേണമെന്ന ഓർമ്മപ്പെടുത്തൽ ശനി നല്ല രീതിക്ക് നൽകുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടവച്ച് തല കൊടുത്ത് പ്രശ്നമുണ്ടാക്കരുതെന്ന് പൂർണ്ണമായിട്ടും തന്നെ പറയുന്നു. കാര്യം നല്ലത് പറയാൻ പോയി മോശം വാങ്ങരുത്. പറയുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കാം, കേൾക്കുന്നവന് അത് ബാധകമായിട്ട് തോന്നുകയും തിരിച്ച് വാവിട്ട വാക്കുകൾ പ്രയോഗിക്കുകയും അത് പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പലവിധ കാര്യങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. പല പ്രശ്നങ്ങളും നിങ്ങൾ നല്ലത് പറയാൻ പോയി വിഷയം വന്ന് അത് പിണക്കത്തിലിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വക്രഗതിയിലിരിക്കുന്ന കാലത്തിൽ അത് കുറച്ചുകൂടെ അഗ്രസീവായി മാറും. നിങ്ങൾ തന്നെ നിങ്ങളുടേതായ വിനയം ക്രിയേറ്റ് ചെയ്യരുതെന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടെ തരുന്നു. പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ 4.5 മാസക്കാലം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊന്നും കഴിയാത്ത ഒരു സമയമാണ്. മാതാപിതാക്കളൊക്കെ തന്നെ അറിഞ്ഞു കണ്ട് കുട്ടികളോട് ഇടപെട്ട് പോകണം എന്നുള്ളൊരു മുന്നറിയിപ്പും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു സമയത്ത് മൈൻഡ് സെറ്റ് ചെയ്ത് നിർത്താനായിട്ട് കഴിയില്ല. മനസ്സ് ഒരിടത്തു നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് കൺവേർട്ടായി പോകുന്ന ഒരു സമയമാണ് ഈ 4.5 മാസക്കാലം, വക്രത്തിൽ പോകുന്ന 4.5 മാസക്കാലം. തൊഴിൽപരമായ രീതിക്ക് ഒരു മുന്നേറ്റം വരണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് വെച്ചാലും ആ തീരുമാനത്തെ പൂർത്തിയാക്കാനായിട്ട് കഴിയില്ല. കാരണം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയാത്ത ഒരു സമയമാണ്. വേഗം കൂട്ടും, നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യാമെന്ന വേഗത അവിടെ കൂട്ടിത്തരും. പക്ഷേ അവിടെ രാശിക്കുള്ളിലിരിക്കുന്ന രാഹുവാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. അത് മറഞ്ഞിരിക്കുന്ന ആപത്തുകളെ സൂചിപ്പിക്കുന്നുവെന്ന് ശനി ഓർമ്മപ്പെടുത്തുന്നു. പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ പ്രശ്നമുണ്ടാവും. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു സഹായവുമായി ചോദിച്ചു വന്നാൽ മറ്റൊരാളിൽ നിന്നും വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ശ്രമവും ഇവിടെ നടത്തരുത്. നിങ്ങൾക്കായിട്ട് വാങ്ങിച്ചാൽ പോലും അത് പിന്നീട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്.
100% അതങ്ങനെ സംഭവിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്കൊരു ആർജവമായ മനസ്സ് എനിക്ക് പെൻഷൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കുന്നു നിങ്ങളുടെ അടുത്ത് വരുമാനമുണ്ട്. ശരിയായിരിക്കാം. പക്ഷേ ഈ 4 1/2 മാസക്കാലത്തിനുള്ളിൽ അത് പരിപൂർണമായും ബ്രേക്കായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അറിയാമല്ലോ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വട്ടിപ്പലിശയ്ക്കൊക്കെ പോയി നമ്മൾ കാശെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആദ്യം കുറച്ച് ദിവസം കൊടുക്കാൻ പറ്റും. പിന്നീട് അത് ബ്രേക്കായി പോകുന്ന സാഹചര്യമാണ്. പിന്നീട് അത് വാക്ക് തർക്കങ്ങൾക്കും വഴക്കിനും വൈരാഗ്യത്തിലുമൊക്കെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് ശനി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ജാഗ്രതാപൂർവ്വം ചിന്തിക്കണമെന്ന പരിപൂർണ്ണ തിരിച്ചറിവാണ് ഇവിടെ തരുന്നത്. എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ നേടുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സ്വഭാവമൊക്കെ ഉണ്ട്. അത് സ്വയം ചികിത്സിക്കുക എന്ന ഒരു പ്രോസസ്സ് അത് പരിപൂർണമായിട്ടും ഒഴിവാക്കുക. അത് രോഗമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കണമെന്നും ശനി ഇവിടെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ശരിയെന്ന് തോന്നി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് വരും. അത് ശാരീരികമായും പൊതുവിലെ ഇപ്പോൾ സമ്പത്തുപരമായ രീതിയും തൊഴിൽപരമായ രീതിയും മാനസികമായ ഒരു യാതന അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് കുടുംബപരമായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാനസികമായ രീതിക്ക് പ്രശ്നങ്ങൾ വരുന്ന വേളയിൽ അത് ശാരീരികമായ രീതിയിൽ നല്ല രീതിക്ക് ബാധിക്കും. അത് ഗുണകത്തിന് പകരം ദോഷത്തെ ചെയ്യും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പറയുകയാണെങ്കിൽ ഒരു മൗനവ്രതം പാലിച്ച് കുടുംബത്തിൻ്റെ ഒപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായം വേണമെങ്കിൽ ശരി അതങ്ങനെ ആയിക്കോട്ടെ. അത് നിൻ്റെ അഭിപ്രായം അതങ്ങനെയാണ്. അതുപോലെ ഇരുന്നോട്ടെ. ശരി. ഇതിൽ ഞാനെന്ത് പറയാനാണ് എന്ന രീതിക്ക് മാത്രം എടുക്കുക. നിങ്ങളായിട്ട് അഭിപ്രായം പറഞ്ഞ് പിന്നത്തേക്ക് വിനയം വാങ്ങരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭകരമായിട്ടുള്ള ഒരു കാലം ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ 100% നമ്മൾ തന്നെ മാറണം. കർമ്മ നമ്മൾ തന്നെയാണ്. കർമ്മ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിൻ്റെ വിനയും നന്മയും നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. ഇതിന് കർമ്മവിന വന്നിട്ട് നമ്മൾ ശേഖരിക്കുന്നതാണ്. പൂർവ്വത്തിൽ നിന്ന് കൊണ്ടുവരുന്നില്ല. വന്നതിന് ശേഷം നമ്മൾ കർമ്മം ചെയ്തു തുടങ്ങുന്ന സമയം മുതൽക്ക് നമ്മളാൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രഹങ്ങൾ തരുന്ന ഒരേ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു വിടുക എന്നുള്ള പ്രോസസ്സാണ് ഗ്രഹങ്ങൾ എപ്പോഴും നമുക്ക് നൽകുന്നത്. ഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായി മാറി പിന്നീട് അതൊരല്പം ദുരാഗ്രഹത്തിലേക്ക് മാറുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അതായത് 5000 രൂപ വിലമതിപ്പുള്ള ഒരു പഴയ സ്കൂട്ടർ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ 2,50,000 രൂപ വിലമതിപ്പുള്ള വലിയ ബൈക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കും. കിട്ടുന്ന വരുമാനം തുച്ഛമായിരിക്കും. കുറച്ച് ദിവസം പോകും. പിന്നീട് അത് വലിയ കടത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ. ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളാക്കി മാറ്റും. ഇതാണ് ഗ്രഹങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ കർമ്മ മുഴുവൻ നമ്മൾ തന്നെ അനുഭവിക്കണം. ഒരല്പം ചിന്തിച്ചാൽ വലിയ രീതിക്ക് അല്ലെങ്കിലും മനസ്സമാധാനത്തോടെയെങ്കിലും ഇരിക്കാനായിട്ട് ശനി എപ്പോഴും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്.